Hello friends, welcome to my YouTube channel CR English Workshop. Today we are studying the rest of the lesson Adventures in a Banyan Tree written by Ruskin Bond in this second part. Before long, he was delving into my pockets and helping himself to whatever he could find. Before long means അധികം വൈകാതെ തന്നെ എന്ന് പറഞ്ഞാൽ when he became familiar enough to take food from my hands, എൻ്റെ കൈകളിൽ നിന്ന് എൻ്റെ അനുവാദം കൂടാതെ തന്നെ പേടി കൂടാതെ തന്നെ എൻ്റെ കൈക്കുള്ളിൽ നിന്ന് ഫുഡ്സ് മെറ്റീരിയൽസ് ആഹാര സാധനങ്ങൾ എടുക്കാൻ എപ്പോഴാണോ അവൻ ധൈര്യം കാണിച്ചത് അപ്പോൾ മുതൽ അല്ലെങ്കിൽ എന്നോട് ഫെമിലിയറിറ്റി പരിചയം കൂടിയത് അപ്പോൾ അത് കഴിഞ്ഞ് അധികം വൈകാതെ തന്നെ അങ്ങനെയുള്ള പരിചയം സിദ്ധിച്ച് ആയിക്കഴിഞ്ഞ് അധികം വൈകാതെ തന്നെ ബിഫോർ ലോങ് അധികം വൈകാതെ തന്നെ ഹി വാസ് ഡെൽവിങ് ഇൻ ടു മൈ പോക്കറ്റ്സ്. അവൻ എന്ത് ചെയ്തു? ഡെൽവിങ് മീൻസ് സെർച്ചിങ് തറലി ആൻഡ് കെയർഫുള്ളി എന്നാണ്. സസൂക്ഷ്മം പരിശോധിക്കുക. സെർച്ചിങ് തറലി ആൻഡ് കെയർഫുള്ളി, സസൂക്ഷ്മം പരിശോധന നടത്തി. എവിടെ? ഹി വാസ് ഡെൽവിങ് ഇൻ ടു മൈ പോക്കറ്റ്സ് ആൻഡ് ഹെൽപ്പിംഗ് ഹിംസെൽഫ് ടു വാട്ട് എവർ ഹി കുഡ് ഫൈൻഡ്. തനിക്ക് ആൻഡ് ഹെൽപ്പിംഗ് ഹിംസെൽഫ്, അവനെ തന്നെ സഹായിക്കുന്നു. തനിക്ക് കണ്ടെത്താൻ കഴിയുന്ന എല്ലാ കാര്യത്തിലും അവൻ സ്വയം സഹായിക്കുകയാണ്. അതായത് മറ്റൊരാളുടെയും സഹായം കൂടാതെ തന്നെ തനിക്ക് കണ്ടെത്താൻ കഴിയുന്ന കാര്യങ്ങളിലെല്ലാം തന്നെ അവൻ സ്വയമായിട്ട് അവ കണ്ടെത്തുകയാണ്. അല്ലെങ്കിൽ തനിക്ക് തന്നെത്താനെ കണ്ടെത്താൻ കഴിയുന്ന എല്ലാ കാര്യത്തിലും അവനെ തന്നെ സ്വയം സഹായിക്കുകയാണ്. മറ്റൊരാളുടെ സഹായം അവൻ തേടുന്നില്ല. അതുകൊണ്ടാണ് അവൻ ഹീസ് ഡെൽവിങ് ഇൻ ടു മൈ പോക്കറ്റ്സ്, എൻ്റെ ഷർട്ടിൻ്റെയും പാൻസിൻ്റെയൊക്കെ പോക്കറ്റിലേക്ക് അവൻ ഇറങ്ങിച്ചെന്നത്, ആഴത്തിൽ ഇറങ്ങിച്ചെന്നത് പരിശോധന നടത്താൻ. ഹി വാസ് വെരി യങ് സ്കുറൽ, അവൻ വളരെ ചെറുപ്പക്കാരനായ ഒരു സ്കുറലായിരുന്നു, അണ്ണാറക്കണ്ണനായിരുന്നു. ആൻഡ് ഹിസ് ഫ്രണ്ട്സ് ആൻഡ് റിലേറ്റീവ്സ് പ്രോബബ്ലി തോട്ട്സ് ഹിം ഹെഡ്സ്ട്രോങ് ആൻഡ് ഫൂളിഷ് ഫോർ ട്രസ്റ്റിംഗ് എ ഹ്യൂമൻ. അതായത് അവൻ ഞാനുമായിട്ട് അത്രത്തോളം അക്വൈൻറ്റൻസ് അല്ലെങ്കിൽ പരിചയം അല്ലെങ്കിൽ ഫെമിലിയാരിറ്റി ആയി കഴിഞ്ഞു. ബിഫോർ ലോങ് ഹി വാസ് ഡെൽവിങ് ഇൻ ടു മൈ പോക്കറ്റ്സ് ആൻഡ് ഫൈൻഡ് തിങ്സ് വിത്തൗട്ട് ഹെൽപ്പ് ഓഫ് എനിബഡി. ആരുടെയും സഹായം കൂടാതെ അവൻ സ്വന്തമായിട്ട് സാധനങ്ങൾ എൻ്റെ പോക്കറ്റിൽ ഇറങ്ങി കണ്ടുപിടിച്ചു. ഇതൊക്കെ കണ്ടപ്പോൾ അവൻ്റെ വർഗത്തിൽപ്പെടുന്ന മറ്റ് അണ്ണാറക്കണ്ണന്മാർ ഇവനെക്കുറിച്ച് ചിന്തിച്ചത് അല്ലെങ്കിൽ കരുതിയത്, അവനെക്കുറിച്ച് പറഞ്ഞത്, ഒന്നുകിൽ അവനൊരു ഹെഡ് സ്ട്രോങ് ആയിരിക്കും. എന്താണ്? പ്രോബബ്ലി, മിക്കവാറും, മിക്കവാറും പ്രോബബ്ലി ദേ തോട്ട് ദ സ്കുറൽ ഫ്രണ്ട്സ് ആൻഡ് റിലേറ്റീവ്സ് ഓഫ് ഹിസ് ഓൺ സ്പീഷ്യസ്. അദ്ദേഹത്തെ ഈ അണ്ണാറക്കണ്ണൻ്റെ വർഗത്തിൽപ്പെടുന്ന മറ്റ് അണ്ണാറക്കണ്ണന്മാർ അവനെക്കുറിച്ച്, അവൻ്റെ ബന്ധുക്കളും സുഹൃത്തുക്കളും ഒക്കെ ഈ അണ്ണാറക്കണ്ണനെക്കുറിച്ച് ചിന്തിച്ച് പ്രോബബ്ലി മിക്കവാറും കരുതിയത് എന്തായിരിക്കാം? തിങ്ക് എന്ന് പറയുന്നത് V1 ആണ് ചിന്തിക്കുക, തോട്ട് V2 ആണ് ചിന്തിച്ചു. പ്രോബബ്ലി തോട്ട് മിക്കവാറും അവനെക്കുറിച്ച് ചിന്തിച്ചത് എന്തായിരിക്കും? എൻ്റെ റിലേറ്റീവ്സും ഫ്രണ്ട്സും ഹിം ഹെഡ് സ്ട്രോങ് ആയിരിക്കും. ഒരു പക്ഷേ ഹെഡ് സ്ട്രോങ് എന്ന് പറഞ്ഞാൽ എന്താണ് അർത്ഥം? ഡിറ്റർമിൻഡ് ടു ഹാവ് ഓൺസ് ഓൺ, അതായത് ഡിറ്റർമിൻഡ് ടു ബിഹേവ് ഓൺസ് ഓൺ അല്ലെങ്കിൽ ഡിറ്റർമിൻഡ് ടു ഹാവ് ഓൺസ് ഓൺ, അതായത് സ്വന്തമായി തീരുമാനമെടുത്ത് പ്രവർത്തിക്കുക. ആരോടും അഭിപ്രായം തേടാതെ സ്വന്തമായി തീരുമാനമെടുത്തിട്ട് ആ തീരുമാനത്തിൽ നിന്നുകൊണ്ട് ഉറച്ചുകൊണ്ട് പ്രവർത്തിക്കുക. അതാണ് ഹെഡ് സ്ട്രോങ്. അതൊരു പക്ഷേ അവരുടെ കൂട്ടത്തിൽ നമുക്ക് വേറൊരു ഭാഷയിൽ പറയാമെന്നൊരു താൻ തോന്നിയായിരിക്കാം. മറ്റാരുടെ വാക്ക് കേൾക്കാതെ, ആരോടും അഭിപ്രായം ചോദിക്കാതെ സ്വന്തമായി തീരുമാനമെടുത്ത് അത് സ്വന്തമായതല്ല അതുപോലെ പ്രവർത്തിക്കുന്നവനാണ്. അങ്ങനെ ഒരുത്തനായിരിക്കാം ഒരു പക്ഷേ എന്ന് തൻ്റെ കൂട്ടർ അല്ലെങ്കിൽ സുഹൃത്തുക്കൾ അവനെക്കുറിച്ച് ചിന്തിച്ചിട്ടുണ്ടാവണം.
ഒന്നുകിൽ സ്വയമായി തീരുമാനമെടുത്ത് പ്രവർത്തിക്കുന്നു, അല്ലെങ്കിൽ ഒരു തരത്തിലുള്ള എന്താണ് താൻ തോന്നി, അല്ലെങ്കിൽ മറ്റാരുടെയും അഭിപ്രായം കേൾക്കാതെ, ആരോടും അഭിപ്രായം ചോദിക്കാതെ, ആരുടെയും അഭിപ്രായത്തിനോ അനുവാദത്തിനോ കാത്തു നിൽക്കാതെ സ്വയം തീരുമാനമെടുത്ത് പ്രവർത്തിക്കുന്നവനായിരിക്കും. അല്ലെങ്കിൽ അത് പ്രവർത്തിക്കുന്നവനും ഒപ്പം തന്നെ ഒരു ഫൂളിഷ് ആയിരിക്കും. ഫൂളിഷ് എന്ന് പറയുന്നത് എന്താണ്? ഒന്നുകിൽ അവനൊരു പമ്പര വിഡ്ഢിയുമായിരിക്കും. സ്വന്തമായി തീരുമാനമെടുത്ത് പ്രവർത്തിക്കുന്നവനും അതുപോലെ തന്നെ ഒരു പമ്പര വിഡ്ഢിയുമായിരിക്കും ഈ അണ്ണാറ കണ്ണനെന്ന് അവൻ്റെ റിലേറ്റീവ്സും ബന്ധുക്കളും പ്രോബബിളി തോട്ട്സ് അവനെക്കുറിച്ച് ഒരുപക്ഷെ ചിന്തിച്ചിട്ടുണ്ടാവണം. ആൻഡ് പ്രോബബിളി തോട്ട്സ് ഫോർ ട്രസ്റ്റിങ് എ ഹ്യൂമൻ ബീങ്. കാര്യം എന്താ? ഫോർ ട്രസ്റ്റിങ് എന്ന് പറഞ്ഞാൽ വിശ്വസിക്കുക, മനുഷ്യനെ വിശ്വസിക്കുക എന്നൊരു അതിനനുസരിച്ച് അതിൻ്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ, ശരിക്കും പറഞ്ഞാൽ വിശ്വസിക്കാൻ ഇന്നത്തെ ലോകത്ത് കൊള്ളാത്ത ഒരേ ഒരു വർഗം എന്ന് പറയുന്നത് മനുഷ്യവർഗമാണ്. അപ്പം മനുഷ്യനെ വിശ്വസിക്കുക എന്ന് പറഞ്ഞാൽ അത്തരത്തിലൊരു മണ്ടൻ അല്ലെങ്കിൽ അത്രയും ഒരു താൻ തോന്നി ഇവൻ മാത്രമേ കാണൂ എന്ന് അവൻ്റെ വർഗത്തിൽപ്പെട്ട അവൻ്റെ കൂട്ടുകാരും ബന്ധുക്കളും അടങ്ങുന്ന അണ്ണാറക്കണ്ണന്മാർ ഒരുപക്ഷെ ചിന്തിച്ചിട്ടുണ്ടാവണം. നെക്സ്റ്റ് പാരഗ്രാഫ്. ഇൻ ദ സ്പ്രിങ്, അങ്ങനെ വസന്തകാലം വന്നു. വെൻ ദ ബാനിയൻ ട്രീ വാസ് ഫുൾ ഓഫ് സ്മോൾ റെഡ് ഫിഗ്സ്. ബാനിയൻ ട്രീ നിറയെ ചുവന്ന പഴങ്ങൾ കൊണ്ട് നിറഞ്ഞു. അപ്പോൾ വെൻ ദ ബാനിയൻ ട്രീ വാസ് ഫുൾ ഓഫ് സ്മോൾ റെഡ് ഫിഗ്സ്. ഫിഗ്സ് എന്ന് മീൻസ് പഴങ്ങൾ. അപ്പോൾ ചുവന്ന പഴങ്ങൾ കൊണ്ട് ആ ബാനിയൻ ട്രീ നിറഞ്ഞപ്പോൾ ബേർഡ്സ് ഓഫ് ഓൾ കൈൻഡ്സ്, എല്ലാ തരത്തിലും പെട്ട പക്ഷികൾ, കിളികൾ, ഫ്ലോക്ക് ഇൻ ടു ഇറ്റ്സ് ബ്രാഞ്ചസ്, ആ ആൽമരത്തിൻ്റെ ശിഖരങ്ങളിലേക്ക് പറന്നു വന്നു. പറ്റമായിട്ട് പറന്നു. ഫ്ലോക്ക് എന്ന് പറഞ്ഞാൽ കൂട്ടം കൂടുക, പറ്റം ചേരുക, കൂട്ടമായിട്ട് ഈ കിളികളെല്ലാം എല്ലാ വർഗത്തിലും പെട്ട ഓൾ കൈൻഡ്സ് ഓഫ് എല്ലാ തരത്തിലും പെട്ട കിളികൾ കൂട്ടമായി ഈ ആൽമരത്തിൻ്റെ ചില്ലയിലേക്ക്, കൊമ്പുകളിലേക്ക് പറന്നെത്തി. വന്ന കിളികളുടെ കൂട്ടത്തിൽ ദ റെഡ് ബോട്ടംഡ് ബുൾബുൾ, തലയുടെ കഴുത്തിൻ്റെ ഭാഗത്തുമൊക്കെ ചുവപ്പ് നിറമുള്ള ബുൾബുൾ കിളി ഉണ്ടായിരുന്നു. ചിയർഫുൾ ആൻഡ് ഗ്രീഡി, ആഹ്ലാദവതിയും ഒപ്പം തന്നെ ആർത്തിയും നിറഞ്ഞ ഗോസിപ്പിംഗ് റോസി പാസ്റ്റേഴ്സ് ഉണ്ടായിരുന്നു. പരദൂഷണം പറയുന്ന റോസി പാസ്റ്റേഴ്സ്, മൈനകളുണ്ടായിരുന്നു. ആൻഡ് സ്പാരോസ്, പരദൂഷണം പറയുന്ന മൈനകളും അതുപോലെ തന്നെ ചിയർഫുള്ളും ഗ്രീഡിയുമായിട്ടുള്ളവർ, പരദൂഷണം പറയുന്ന ഒക്കെ ചിയർഫുള്ളും അതുപോലെ തന്നെ ഗ്രീഡിയും പരദൂഷണം പറയുന്നതും ഒപ്പം ഗോസിപ്പും ആർത്തി പണ്ടാരവുമായിട്ടുള്ള ഗ്രീഡിയുമായിട്ടുള്ള ആർത്തിയും ഗോസിപ്പിംഗ് പരദൂഷണം പറയുന്നതുമായിട്ടുള്ള റോസി പാസ്റ്റേഴ്സ് എന്തായാലും മൈനകളും അവരുടെ കൂട്ടത്തിലുണ്ടായിരുന്നു. ആൻഡ് പാരറ്റ്സ്, തത്തകളുണ്ടായിരുന്നു കൂട്ടത്തിൽ. ആൻഡ് ക്രൂസ്, പലതരത്തിലുള്ള കാക്കകളുണ്ടായിരുന്നു ആ കൂട്ടത്തിൽ. വന്ന ഫ്ലോക്കായിട്ട് ആൽമരത്തിൻ്റെ ചില്ലയിൽ പറന്നു വന്ന ആ കിളികളുടെ കൂട്ടത്തിൽ ഈ പറഞ്ഞ ബുൾബുള്, ചിയർഫുൾ ആൻഡ് ഗ്രീഡി, ഗോസിപ്പിംഗ് റോസി പാസ്റ്റേഴ്സ്, പാരറ്റ്സ് ആൻഡ് ക്രോസ്, ഇവരെല്ലാം ഉണ്ടായിരുന്നു. പലതരത്തിലുള്ള കിളികൾ. അവർ വന്നിട്ട് എന്താ ചെയ്തതെന്നറിയാമോ? സ്കോബിളിങ് വിത്ത് ഈച്ച് അതർ ഓൾ ടൈം. വന്നങ്ങോട്ട് ശിഖരത്തിൽ പറ്റിച്ചേർന്ന് ചേക്കേറിയ ഉടൻ തന്നെ അവരെല്ലാം എന്ത് ചെയ്തു? സ്കോബ്ലിംഗ്. എന്താണ് സ്കോബ്ലിംഗ് എന്ന് പറഞ്ഞാൽ? കലഹിക്കുക, വഴക്ക് കൂടുക, പരസ്പരം ലഹള കൂടുക, അതാണ് സ്കോബ്ലിംഗ്. പരസ്പരം ലഹള കൂടി പലതരത്തിലുള്ള കിളികൾ പറ്റമായിട്ട് കൂട്ടമായിട്ട് ഈ ആൽമരത്തിൻ്റെ പഴം അത് പഴുത്ത് കിനിഞ്ഞ് ചുവന്ന് തുടുത്ത് നിന്ന സമയത്ത് എല്ലാ തരത്തിലുമുള്ള കിളികൾ പറന്നു വന്നിട്ട് അവിടെ എന്ത് ചെയ്തു? ഈ ആൽമരത്തിൻ്റെ കൊമ്പിൽ ചേക്കേറിയിട്ട് അവ പരസ്പരം പോരാടുക അല്ലെങ്കിൽ കലഹിക്കുന്ന ഒരു കാഴ്ചയാണ് കാണാൻ കഴിഞ്ഞത്. വിത്ത് ഈച്ച് അതർ മീൻസ് പരസ്പരം. അവർ പരസ്പരം എല്ലാ കിളികളും പരസ്പരം വഴക്ക് കൂടിയിരുന്നു, കലഹിച്ചിരുന്നു. ഡ്യൂറിങ് ദ ഫിഗ് സീസൺ, ഈ ഫിഗ് സീസൺ എന്ന് പറഞ്ഞാൽ പഴങ്ങൾ പഴുക്കുന്ന ഈ സമയത്ത്, ആൽമരത്തിലെ കായ്കൾ പഴുത്ത് ചുവന്ന് തുടുക്കുന്ന ആ സമയത്ത്, ദ ബാനിയൻ ട്രീ വാസ് ദ നോയ്സസ്റ്റ് പ്ലേസ് ഓൺ ദ റോഡ്. ഞങ്ങളുടെ ആ റോഡ് വക്കിലെ ഏറ്റവും ശബ്ദമുഖരിതമായ ഒരു സ്ഥലമായിരുന്നു ഈ ബാനിയൻ ട്രീ. റോഡ് വക്കത്തുള്ള ഏറ്റവും ശബ്ദകോലാഹലങ്ങൾ, ഒരു പാൻഡമോണിക്കായിട്ടുള്ള ശബ്ദകോലാഹലങ്ങൾ നിറഞ്ഞ ഒരു സ്ഥലമായിരുന്നു, ഒരിടമായിരുന്നു ഈ ബാനിയൻ ട്രീ. ആ റോഡ് വക്കത്തുണ്ടായിരുന്ന അല്ലെങ്കിൽ റോഡ് വക്കത്തുണ്ടായിരുന്ന ഏറ്റവും ശബ്ദകോലാഹലം നിറഞ്ഞ ശബ്ദമുഖരിതമായ ശബ്ദായമാനമായ ഒരു സ്ഥലമായിരുന്നു ഈ ബാനിയൻ ട്രീ. നെക്സ്റ്റ്
ഹാഫ് വേ അപ്പ് ദ ട്രീ, ആ ആൽമരത്തിൻ്റെ പകുതി ഭാഗം ഉയരത്തിലായിട്ട് ഐ ഹാഡ് ബിൽറ്റ് എ സ്മോൾ പ്ലാറ്റ്ഫോം, ഞാനൊരു ചെറിയ തട്ട് ഉണ്ടാക്കി വെച്ചു. പ്ലാറ്റ്ഫോം എന്ന് പറഞ്ഞാൽ തട്ടെന്നാണ്. ചെറിയ തട്ട് ഉണ്ടാകും. ആൽമരത്തിൻ്റെ ഒരു പകുതി ഭാഗത്ത് അതിൻ്റെ ഉയരത്തിൻ്റെ പകുതി ഉയരത്തിലെത്തി അവിടെ ഞാനൊരു ചെറിയ തട്ടുണ്ടാക്കി വെച്ചു. ഓൺ വിച്ച്, അതിൽ ഐ വുഡ് ഓഫൺ സ്പെൻഡ് ദ ആഫ്റ്റർനൂൺസ്, അവിടെയാണ് മിക്കപ്പോഴും ഞാൻ എൻ്റെ, ഓഫൺ എന്ന് പറഞ്ഞാൽ മിക്കപ്പോഴും, ഇടയ്ക്കിടയ്ക്ക് അല്ലെങ്കിൽ കൂടെ മിക്കവാറും ഓഫൺ, ഞാൻ എൻ്റെ അവധി, അതായത് ആഫ്റ്റർനൂൺ ഉച്ച സമയങ്ങൾ ചിലവഴിച്ചത് ഈ ആൽമരത്തിൻ്റെ പകുതി ഉയരത്തിൽ ഞാൻ ഉണ്ടാക്കിയ ആ തട്ടിലായിരുന്നു. വെൻ ഇറ്റ് വാസ് നോട്ട് ടു ഹോട്ട്, അതായത് ഒത്തിരി അധികമായ ചൂട് ഉണ്ടായിരുന്നില്ലാത്ത അല്ലെങ്കിൽ ഇല്ലായിരുന്ന സമയത്ത്, അധികമായ ചൂടില്ലാതിരുന്ന സമയത്ത് ഞാൻ ഈ ആൽമരത്തിൻ്റെ പകുതി ഭാഗത്തായിട്ട് ഞാൻ ഉണ്ടാക്കിയ ആ തട്ടിലാണ് ഞാൻ എൻ്റെ ആഫ്റ്റർനൂൺസ് മിക്കവാറും ചിലവഴിക്കാറുണ്ടായിരുന്നത് ഇടയ്ക്കിടയ്ക്ക്. ഐ കുഡ് റീഡ് ദെയർ, എനിക്കവിടെ വായിക്കാൻ കഴിഞ്ഞിരുന്നു. പ്രോപ്പിംഗ് മൈസെൽഫ് അപ്പ് അഗൻസ്റ്റ് ദ ബോൾ ഓഫ് ദ ട്രീ, ആ ആൽമരത്തിൻ്റെ തായ്തടി, ബോൾ എന്ന് പറഞ്ഞാൽ ട്രങ്ക് എന്നാണ്, തായ്തടിയിലെ ആ തായ്തടിയുടെ കുറുകെ, അതിനെ നേരെ വെച്ചിട്ട് കുറുകെ എന്താണ് അഗൻസ്റ്റ് ചാഞ്ഞ് കിടന്നിട്ട് ഞാൻ എന്ത് ചെയ്യുന്നു, ദെയർ ട്രീ വിത്ത് ദ കുഷ്യൻസ് ടേക്കൺ ഫ്രം ദ ഡ്രോയിങ് റൂം, ഞാൻ വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന തലയിണ എടുത്ത് ഈ തായ്തടിയിൽ എഗൻസ്റ്റായിട്ട് അതിനെ നേരെ ചേർത്ത് ചാരി വെച്ചിട്ട് അതിൽ ചാഞ്ഞ് കിടന്നാണ് ഞാനിങ്ങനെ പുസ്തകം വായിക്കാറുണ്ടായിരുന്നത്. പുസ്തകം ചാഞ്ഞ് കിടക്കുമായിരുന്നു. അവിടെ കിടന്ന് ഞാൻ വായിക്കുന്ന എന്തൊക്കെയാണെന്ന് നോക്കൂ. ഓഫ് വിച്ച് ടേക്കൺ ഫ്രം ദി ഡ്രോയിങ് റൂം, ഞാൻ വായിച്ചത് പ്രോപ്പിംഗ് എന്ന് പറയുന്നത് സപ്പോർട്ടിംഗ് എന്നാണ്, അതായത് താങ്ങി നിർത്തുക എന്നാണ്. ആ താഴത്തടിയിൽ താങ്ങി നിർത്തിയ തലയണ വെച്ചിട്ട് ആ താഴത്തടിയിൽ താങ്ങി നിർത്തിയ തലയണയിലാണ്, കുഷനിലാണ് ഞാൻ അവിടെ എൻ്റെ ഉച്ച സമയത്ത് ഞാനവിടെ കിടന്ന് വായിച്ചിരുന്ന പുസ്തകങ്ങൾ ഏതൊക്കെയാണെന്ന് അറിയാമോ? ട്രഷർ ഐലൻഡ് എന്ന് പറയുന്നത് എ നോവൽ റിട്ടൺ ബൈ റോബർട്ട് സ്റ്റീവൻസൺ എഴുതിയൊരു നോവലാണ് ട്രഷർ ഐലൻഡ്. അതും ആൻഡ് ഹക്കിൾബറി ഫിൻ, എ നോവൽ ബൈ മാർക്ക് ട്വെയിൻ എഴുതിയൊരു നോവലാണ് ഹക്കിൾബറി ഫിൻ എന്ന് പറയുന്നത്. ആൻഡ് ദ മൗഗ്ലി സ്റ്റോറീസ് എന്ന് പറയുന്നത് റെഡ്യാർഡ് കിപ്ലിങ്ങിൻ്റെ ജംഗിൾ ബുക്ക് എന്ന് പറയുന്ന കഥയിലുള്ള ഒരു കഥാപാത്രമാണ് മൗഗ്ലി. ആ കഥാപാത്രത്തെക്കുറിച്ചുള്ള പുസ്തകം ഞാൻ വായിച്ചിരുന്നത് ഈ തായ്തടിയിലെ തലയണ ചേർത്ത് വെച്ചിട്ട് സപ്പോർട്ട് ചെയ്തിട്ട് അതിൽ ചാരി കിടന്നാണ് ഞാൻ ഈ പുസ്തകങ്ങളൊക്കെ വായിച്ചിരുന്നത്. ആൻഡ് നോവൽസ് ഓഫ് എഡ്ഗർ റൈസ് ബൊറോക്സ്, അദ്ദേഹം ഒരു അമേരിക്കൻ നോവലിസ്റ്റും ഷോർട്ട് സ്റ്റോറി റൈറ്ററൊക്കെയാണ്. ആൻഡ് ലൂയിസ, അമേരിക്കൻ റൈറ്ററാണ്. അദ്ദേഹം ഒരു അമേരിക്കൻ റൈറ്ററാണ്. ലൂയിസായുടെയും എഡ്ഗർ റൈസ് ബൊറോക്സിൻ്റെയും പുസ്തകങ്ങളും നോവലുകളും കഥകളും ഒപ്പം തന്നെ ഹക്കിൾബറി ഫിൻ, ട്രഷർ ഐലൻഡ്, മൗഗ്ലി സ്റ്റോറീസ്, ഇതൊക്കെ ഞാൻ വായിച്ചത് ഈ തായ്തടി, അതായത് ആൽമരത്തിൻ്റെ തായ്തടിയിലോട്ട് ചേർത്ത് വെച്ച തലയിണയിൽ താങ്ങി കിടന്നതിൽ ചേർന്ന് കിടന്നാണ്, ചാരി കിടന്നാണ് ഞാൻ ഈ പുസ്തകങ്ങളൊക്കെ വായിച്ചത്. and made up my bag with of very mixed reading. എൻ്റെ ബുക്ക് വായിക്കുന്ന എൻ്റെ പുസ്തകത്തിൽ ബാഗിൽ ഇത്തരത്തിലുള്ള പലതരത്തിലുള്ള ഈ പറഞ്ഞ എഴുത്തുകാരുടെയൊക്കെ ഉൾപ്പെടെ പലതരത്തിലുള്ള മിക്സഡ് ആയിട്ടുള്ള പുസ്തകങ്ങൾ ഉണ്ടായിരുന്നു. ഈ പുസ്തകങ്ങൾ ഞാൻ ഇവിടെ ഈ തായ്തടിയിൽ ചേർത്ത് വെച്ച് തലയിണയിൽ ചാരി കിടന്നാണ് വായിച്ചിരുന്നത് ഉച്ച സമയങ്ങളിൽ. When did I not feel like reading? എനിക്ക് വായിക്കാൻ വായിക്കണമെന്ന് തോന്നാതിരുന്ന സമയത്ത്, വെൻ ഐ ഡിഡ് നോട്ട് ഫീൽ ലൈക്ക് റീഡിങ്, അതായത് വായിക്കാൻ തോന്നാതിരുന്ന എനിക്ക് വായിക്കണമെന്ന് തോന്നാതിരുന്ന സമയത്ത് ഐ കുഡ് ലുക്ക് ഡൗൺ ത്രൂ ദ ബാനിയൻ ലീവ്സ്. ഞാൻ എന്ത് ചെയ്യും?
എനിക്ക് വായിക്കാൻ അടിച്ചാലും അല്പം ബോറിംഗ് ആയിട്ട് ഞാൻ വായിക്കണ്ട, അല്ലെങ്കിൽ പിന്നെ വായിക്കാം, അല്ലെങ്കിൽ വായന മാറ്റി വെച്ച് വായിക്കണ്ട എന്ന് വിചാരിച്ചിരിക്കുന്ന സമയത്ത്, അല്ലെങ്കിൽ അങ്ങനെ വിചാരിക്കുന്ന സമയത്ത്, വായിക്കണ്ട എന്ന് ഞാൻ വിചാരിക്കുന്ന സമയത്ത്, അല്ലെങ്കിൽ വായിക്കാൻ തോന്നാതിരിക്കുന്ന സമയത്ത്, ഐ കുഡ് ലുക്ക് ഡൗൺ ത്രൂ ദ ബാനിയൻ ലീവ്സ്, ആൽമരത്തിൻ്റെ ഇലകൾക്ക് ഇടയിലൂടെ ഞാൻ താഴേക്ക് നോക്കുമായിരുന്നു. അറ്റ് ദ വേൾഡ് ബിലോ. ത്രൂ എന്ന് പറഞ്ഞാൽ അർത്ഥം എന്താണ്? ഊടെ എന്നാണ്. ഊടെ, ത്രൂ ദ ലീവ്സ്, ആൽമരങ്ങൾക്കിടയിലൂടെ. അത് എലോങ്ങും ത്രൂ എന്ന് പറയുന്ന ഒരേ അർത്ഥം വരുന്ന വാക്കുകളാണ്. ഊടെ എന്നാണ്, രണ്ടും പ്രിപ്പോസിഷനായിട്ട് വരുന്ന വാക്കുകളാണ്. എലോങ്ങും ത്രൂ, രണ്ടിൻ്റെ അർത്ഥം ഊടെ, അതായത് ആൽമരത്തിൻ്റെ ഇലകൾക്കിടയിലൂടെ. അറ്റ് ദ വേൾഡ് ബിലോ, ആൽമരത്തിൻ്റെ ഇലകൾക്കിടയിലൂടെ താഴെ ഞാൻ ഉയർന്ന ആ മരത്തെ പകുതി ഭാഗത്ത് ആ തട്ടിൽ ഉണ്ടാക്കി വെച്ച തട്ടിലിരുന്നുകൊണ്ട് താഴത്തെ ലോകത്തേക്ക്, താഴെയുള്ള ലോകത്തേക്ക് ആൽമരത്തിൻ്റെ ഇലകൾക്കിടയിലൂടെ ഞാൻ നോക്കുമായിരുന്നു. അങ്ങനെ നോക്കുമ്പോൾ അറ്റ് ഗ്രാൻഡ് മദർ, ഞാൻ നോക്കുമ്പോൾ ആരെയാണ് നോക്കിയത്? ഗ്രാൻഡ് മദറെ നോക്കി. ഗ്രാൻഡ് മദർ നോക്കിയപ്പോൾ ഗ്രാൻഡ് മദർ എന്ത് ചെയ്യായിരുന്നു? ഹാങ്ങിങ് അപ്പ് ഓർ ടേക്കിംഗ് ഡൗൺ ദ വാഷിങ്സ്, തുണികൾ കഴുകി നനച്ച് ഉണങ്ങാനായിട്ടിടുകയോ അല്ലെങ്കിൽ ഉണങ്ങിയ ആ തുണികൾ തിരിച്ച് എടുക്കുകയോ ചെയ്യുന്നതായിരിക്കും ഞാൻ ഈ കാണുന്നത്. ഞാൻ താഴേക്ക് ആൽമരത്തിൻ്റെ ഇലകൾക്കിടയിലൂടെ താഴെ ലോകത്തേക്ക് നോക്കുമ്പോൾ എനിക്ക് കാണാൻ കഴിയുന്നത് ആ മുത്തശ്ശി, ഒരുപക്ഷേ ഗ്രാൻഡ് മദർ, തുണികൾ കഴുകി ഉണങ്ങാനിടുന്നതോ അല്ലെങ്കിൽ ഉണങ്ങിയ തുണി തിരികെ എടുക്കുന്നതോ ആയിരിക്കും. മാത്രമല്ല അറ്റ് ദ കുക്ക്, ഞാനിനി വേലക്കാരനെ നോക്കിയാൽ അയാൾ എന്തായിരിക്കും ചെയ്യുന്നത്? ക്വാറലിംഗ് വിത്ത് ദ ഫ്രൂട്ട്സ് വെണ്ടർ മീൻസ് സെല്ലർ, കച്ചവടക്കാരൻ. ഇപ്പോൾ പിന്നെ പച്ചക്കറി വിൽക്കുന്നയാൾ, പച്ചക്കറി കച്ചവടക്കാരനോട് നമ്മുടെ കുക്ക്, ഞങ്ങളുടെ വീട്ടിലെ പാചകക്കാരൻ വഴക്കുണ്ടാക്കുന്നതായിരിക്കും ഒരുപക്ഷെ ഞാൻ കാണുന്നത്. അല്ലെങ്കിലോ അറ്റ് ഗ്രാൻഡ് മദേഴ്സ്. ഇനി ഗ്രാൻഡ് ഫാദറിനെ നോക്കിയാൽ ഗ്രാൻഡ് ഫാദർ എന്ത് ചെയ്യുക? ദിസ് ഗ്രംബ്ലിംഗ് അറ്റ് ദ ഹാർഡി ഇന്ത്യൻ മേരിഗോൾഡ്സ്, അദ്ദേഹം വഴക്ക് പറയുകയാണ്, കംപ്ലൈനിങ് ആണ്, പരാതി പറയുകയായിരിക്കും, കംപ്ലയിൻറ്റ് ചെയ്യും. അത് ഗ്രംബ്ലിംഗ് എന്ന് പറഞ്ഞാൽ കംപ്ലയിൻറ്റ് ചെയ്യുക, അല്ലെങ്കിൽ പരാതി പറയുക. ആരോട്? അറ്റ് ദ ഹാർഡി ഇന്ത്യൻ മാരിഗോൾഡ്സ്, കട്ടിയുള്ള ഇന്ത്യൻ മാരിഗോൾഡ്സ്, ഇന്ത്യയിലുള്ള ജമന്തി പൂക്കളോട് പരാതി പറയുകയായിരിക്കും. ജമന്തി ചെടിയിൽ പൂക്കുന്ന പൂക്കളോട് പരാതി പറയുകയായിരിക്കും. അതെവിടെ വളർന്നു നോക്കും. എന്താ പരാതി പറയുന്നത്? വിച്ച് ഇൻസിസ്റ്റഡ് ഓഫ് ഓൺ സ്പ്രിങ്ങിങ് അപ്പോൾ ആൾ ഓവർ ദ വെരി ഇംഗ്ലീഷ് ഗാർഡൻ. അതെവിടെ വളരുന്നു? ഇംഗ്ലീഷ് ഗാർഡൻ്റെ ഇടയിലാണ്. ഇംഗ്ലീഷ് ഗാർഡനെ അതൊരു പുറന്തള്ളിക്കൊണ്ട്, അതിൻ്റെ വളർച്ചയെ പുറന്തള്ളിക്കൊണ്ട് ആ സ്ഥാനം കൂടി കൈയടക്കാനെന്ന ഭാവേനയാണ് ഈ ഹാർഡി ഇന്ത്യൻ മാരിഗോൾഡ്സ് വളരുന്നത്. അത് കണ്ട് പിന്നെ മുത്തശ്ശൻ എന്ത് ചെയ്യുന്നു? ഈ ഇന്ത്യൻ മാരിഗോൾഡ്സിനോട് പരാതി പറയുകയായിരിക്കും. ഇംഗ്ലീഷ് ഗാർഡൻ എന്ന് പറയുന്നത് ഇംഗ്ലീഷ് ലാൻഡ്സ്കേപ്പ് പാർക്ക് അല്ലെങ്കിൽ ഇംഗ്ലീഷ് ഗാർഡൻ. ഇംഗ്ലീഷ് ലാൻഡ്സ്കേപ്പ് പാർക്ക് അല്ലെങ്കിൽ ഇംഗ്ലീഷ് ഗാർഡൻ കൂടുതൽ ഔപചാരികതയും ജനസമ്മതിയുമുള്ള ഒരു ഫ്രഞ്ച് ഉദ്യാനമാണിത്. അറ്റ് ഫസ്റ്റ് ഇറ്റ് ഈസ് കാൾഡ് തിയോഡേഴ്സ് പാർക്ക്, ബട്ട് സൂൺ ഇറ്റ് ചേഞ്ച്ഡ് ഇംഗ്ലീഷ് ഗാർഡൻ. ആദ്യം ഇതിനെ തിയോഡേഴ്സ് പാർക്ക് എന്നാണ് വിളിച്ചിരുന്നത്. പിന്നീട് പെട്ടെന്ന് ഇതിൻ്റെ പേര് മാറി ഇതിന് ഇംഗ്ലീഷ് ഗാർഡൻ എന്ന പേര് വന്നു. അപ്പോൾ ആ ഇംഗ്ലീഷ് ഗാർഡനിൽ വളരുന്ന, അദ്ദേഹം വളരെ ശ്രദ്ധയോടെ വളർത്തുന്ന ഇംഗ്ലീഷ് ഗാർഡൻ്റെ ഇടയിലേക്ക് സമ്മതമില്ലാതെ, അനുവാദമില്ലാതെ ഈ ഹാർഡി ഇന്ത്യൻ മാരിഗോൾഡ്സ്, അതായത് ജമന്തി ചെടികൾ ഒക്കെ അതിൻ്റെ പൂക്കളുമായി വളരുന്നതിനെ പരാതിപ്പെടുകയായിരിക്കും, അല്ലെങ്കിൽ ആ ജമന്തി പൂക്കളിനോട്, ചെടിയോട് പരാതിപ്പെടുന്നതായിരിക്കും ഒരു പക്ഷേ ഞാൻ താഴേക്ക് നോക്കുമ്പോൾ മുത്തശ്ശൻ ചെയ്യുന്നത് കാണുന്നത്. യൂഷ്വലി നത്തിങ് വെരി എക്സൈറ്റിംഗ് ഹാപ്പൻഡ്. അങ്ങനെ സാധാരണയായിട്ട് ഞാനിങ്ങനെ താഴേക്ക് നോക്കുമ്പോൾ ത്രൂ ദിസ് ബാനിയൻ ലീവ്സ്, ഈ ബാനിയൻ ലീവ്സിൻ്റെ ഇലകൾക്കിടയിലൂടെ ഞാൻ താഴേക്ക് നോക്കുമ്പോൾ എന്താണ്? യൂഷ്വലി നത്തിങ് എക്സൈറ്റിംഗ് ഹാപ്പൻഡ്. അത്ഭുതപ്പെടാനുള്ള, അതിശയിപ്പിക്കുന്ന തരത്തിലുള്ള ഒന്നും എക്സൈറ്റിംഗ് ആയിട്ടുള്ള, അത്ഭുതപ്പെടുത്തത്തക്കവണ്ണം അല്ലെങ്കിൽ അതിശയിപ്പിക്കപ്പെടത്തക്കവണ്ണമുള്ള ഒന്നും അവിടെ സംഭവിച്ചില്ല. താഴേക്ക് നോക്കുമ്പോൾ ഒന്നുമേ കാണാൻ കഴിഞ്ഞില്ല, അല്ലെങ്കിൽ അങ്ങനെ ഒന്നും സംഭവിച്ചില്ല അവിടെ താഴെ. വൈൽ ഐ വാസ് ഇൻ ദി ബാനിയൻ ട്രീ, ഞാൻ ബാനിയൻ ട്രീയുടെ മുകളിൽ ആ പകുതി ഭാഗത്തുണ്ടാക്കിയ തട്ടിലിരിക്കുമ്പോൾ അവിടെ നിന്ന് താഴേക്ക് നോക്കുമ്പോൾ സാധാരണ അത്ഭുതപ്പെടുത്തുന്ന അല്ലെങ്കിൽ അതിശയിപ്പിക്കുന്ന തരത്തിലുള്ള ഒന്നുമേ സംഭവിച്ചു കണ്ടില്ല.
എന്നാൽ ഓൺ വൺ പർട്ടിക്കുലർ ആഫ്റ്റർനൂൺ, എന്നാൽ ഒരു പ്രത്യേകമായൊരു ഉച്ച കഴിഞ്ഞ സമയത്ത്, പർട്ടിക്കുലർ എന്ന് പറഞ്ഞാൽ പ്രത്യേകമായ, ഒന്നും യൂഷ്വലി സാധാരണയായിട്ട് ഒന്നും കാണാറില്ല. അങ്ങനെ ഇരിക്കുമ്പോൾ അൺഎക്സ്പെക്റ്റഡായിട്ട്, അപ്രതീക്ഷിതമായിട്ട് വൺ പർട്ടിക്കുലർ ആഫ്റ്റർനൂൺ, ഒരു പ്രത്യേകമായിട്ടുള്ള ഉച്ച കഴിഞ്ഞ സമയത്ത്, ഐ ഹാഡ് ഇനഫ് എക്സൈറ്റ്മെൻറ്റ് ടു ലാസ്റ്റ് മീ ത്രൂ ദ സമ്മർ, എനിക്ക് വേനൽക്കാലം മുഴുവനും ഓർമ്മയിൽ നിൽക്കത്തക്കവണ്ണമുള്ള ഒരു എക്സൈറ്റ്മെൻറ്റ് ഉളവാക്കുന്ന, അതിശയം ആവേശം ഉളവാക്കുന്ന, അത്ഭുതം ഉളവാക്കുന്ന ഒരു സംഭവം എൻ്റെ വേനൽക്കാലത്തിൽ എന്നേക്കുമായിട്ട് എല്ലാ വേനൽക്കാലം മുഴുവനും നിലനിൽക്കുന്നതിൻ്റെ മനസ്സിൽ ആവേശത്തോടെ നിലനിൽക്കുന്ന ഒരു സംഭവം ഉണ്ടായി. അതെന്താണ്? ആഫ്റ്റർനൂൺ ഐ ഹാഡ് ഇനഫ് എക്സൈറ്റ്മെൻറ്റ്, ആവശ്യത്തിന്, ഇനഫ് എന്ന് പറഞ്ഞാൽ മതിയാവോളം, വേണ്ടുവോളം അത്ഭുതം തന്ന ഒരു സംഭവം, ടു ലാസ്റ്റ് മീ, നിൽക്കുന്നു ത്രൂ ദ സമ്മർ, അതായത് വേനൽക്കാലം മുഴുവനും എന്നിൽ നിലനിൽക്കുന്ന തരത്തിലുള്ള, അതിനുവേണ്ടി ഇനഫായിട്ടുള്ള, മതിയായ വണ്ണമുള്ള ഒരു എക്സൈറ്റ്മെൻറ്റ്, ഒരു പിന്നെന്താണ്, ഒരു അത്ഭുതം ഒരു ഉച്ച കഴിഞ്ഞ സമയത്ത് അവിടെ ഉണ്ടായി. ഞാനിരിക്കുന്ന ആ മരത്തിൻ്റെ താഴെയായിട്ട് ഉണ്ടായി. That was the time I saw a mongoose and a cobra fight to death in the garden. അപ്പോൾ അപ്പോഴാണ് ഞാൻ കണ്ടത്. That was the time when I saw അപ്പോഴാണ് ഞാൻ കണ്ടത്, ഒരു മംഗൂസ്, ഒരു കീരിയും, ആൻഡ് എ കോബ്ര, ഒരു മൂർഖൻ പാമ്പും, ഫൈറ്റ് ടു ഡെത്ത് ഇൻ ദ ഗാർഡൻ, അവർ പോരാടുകയാണ്, യുദ്ധം ചെയ്യാണ്, പോരാടുന്നു. ഫൈറ്റ് ടു ഡെത്ത്, അതായത് മാരകമായി, മരണാനന്തരമായി, മരണകാരകമായിട്ടുള്ള, അല്ലെങ്കിൽ ഒരാൾ മരിച്ചു വീഴത്തക്കവണ്ണമുള്ള അത്ര മാരകമായ ഒരു ഫൈറ്റാണ് ഈ രണ്ട് മംഗൂസും കോബ്രയും കൂടി നടത്തുന്നത് എന്ന് ഞാൻ താഴെ നോക്കിയപ്പോൾ കണ്ടു. അതാണ് എൻ്റെ എക്സൈറ്റഡ് ആയത്, അതായത് വളരെ സംഭവം ഉണ്ടായത്. സമ്മർ കാലം മുഴുവനും എൻ്റെ മനസ്സിൽ എക്സൈറ്റ്മെൻറ്റോടുകൂടി തന്നെ നിലനിൽക്കാൻ മതിയായ ഒരു ഇൻസിഡൻ്റ് ആയിരുന്നു ഞാൻ കണ്ടത്. താഴെ ഒരു മംഗൂസും കോബ്രയും ഫൈറ്റ് ടു ഡെത്ത് ഇൻ ദ ഗാർഡൻ, ആ ഗാർഡനിൽ, പൂന്തോട്ടത്തിൽ അവർ മാരകമായി തന്നെ, ആരെങ്കിലും ഒരാൾ മരിച്ചാൽ രണ്ടുപേരും ഒപ്പം, ഒരാൾ മരിച്ചു വീഴും, അല്ലെങ്കിൽ രണ്ടുപേരും ഒപ്പം തന്നെ മരിച്ചു വീഴുന്ന തരത്തിലുള്ള മാരകമായ ഒരു ഫൈറ്റാണ് താഴെ ഞാൻ കണ്ടത്. വൈൽ ഐ സാറ്റ് ഡിറക്ട്ലി അബവ് ദം ഇൻ ദി ബാനിയൻ ട്രീ. എവിടെയാണിത് കണ്ടതെന്നറിയാമോ? ഞാനിരുന്ന ബാനിയൻ ട്രീയുടെ ഞാനുണ്ടാക്കിയ തട്ടിൻ്റെ തൊട്ട് താഴെയാണ്, ഗാർഡനിലാണ് ഇത് സംഭവിക്കുന്നത്, ഞാനിത് കാണുന്നത്. അടുത്തത്, ഇറ്റ് വാസ് ആൻ ഏപ്രിൽ ആഫ്റ്റർനൂൺ, അതൊരു ഏപ്രിൽ മാസത്തിൻ്റെ ഉച്ച കഴിഞ്ഞ സമയമായിരുന്നു. ആൻഡ് ദ വാം ബ്രീസസ് ഓഫ് ദ അപ്രോച്ചിങ് സമ്മർ ഹാഡ് സെൻഡ് എവരി വൺ ഇൻക്ലൂഡിങ് ഗ്രാൻഡ് ഫാദർ ഇൻഡോസ്. വേനൽക്കാലമായിരുന്നു, അതൊരു ഏപ്രിൽ മാസത്തെ വേനൽക്കാലമായിരുന്നു. അതുകൊണ്ട് തന്നെ ദ വാം ബ്രീസസ് ഓഫ് ദ അപ്രോച്ചിങ് സമ്മർ, വന്നുകൊണ്ടിരിക്കുന്ന വേനൽക്കാലത്തിൻ്റെ ചൂടുള്ള കാറ്റ്, സമീപിച്ചുകൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ അടുത്തുകൊണ്ടിരിക്കുന്ന വേനൽക്കാലത്തിൻ്റെ ചൂടുള്ള കാറ്റ്, ഹാഡ് സെൻഡ് എവരി വൺ, എല്ലാവരെയും അയച്ചു. എവിടേക്ക്? SENT, സെൻഡ് എന്ന് പറഞ്ഞാൽ SEND എന്ന സെൻഡിൻ്റെ പാസ്റ്റ് ടെൻസാണ്, V2 ഫോമാണ്. SEND സെൻഡ്, അയക്കുക, V1. SENT സെൻഡ്, അയച്ചു, V2. അതുപോലെ SENT സെൻഡ്, V3. SEND മാത്രമേ ഉള്ളൂ പ്രസൻ്റായിട്ട്, V1 ആയിട്ട്. മറ്റേത് സെൻഡ്, SENT സെൻഡ് അത് V2ഉം V3യുമാണ്. അയച്ചു എന്നാണ്. അപ്പോൾ എവിടേക്കാണ്? എവരി വൺ, എല്ലാവരെയും, ഞങ്ങളുടെ വീട്ടിലുള്ള എല്ലാവരെയും അകത്തേക്ക് അയച്ചു. എവിടെ? ഇൻക്ലൂഡിങ് ഗ്രാൻഡ് ഫാദർ, എൻ്റെ മുത്തശ്ശനെ അടക്കം എല്ലാവരെയും അകത്തേക്ക് അയച്ചു. ഈ അടുത്തുകൊണ്ടിരിക്കുന്ന വേനൽക്കാലത്തിൻ്റെ ചൂടുള്ള ഇളക്കാറ്റ് എല്ലാവരെയും വീടിനുള്ളിലേക്ക്, മുറിക്കുള്ളിലേക്ക് അയച്ചു. ഇൻക്ലൂഡിങ് മൈ ഗ്രാൻഡ് ഫാദർ, എൻ്റെ മുത്തശ്ശൻ. ഇൻഡോർസ് മീൻസ് മുറിക്കുള്ളിൽ, വീട്ടിനുള്ളിലേക്ക് അയച്ചു, അകത്തേക്ക് അയച്ചു. I was feeling drowsy myself and was wondering if I should go to the pond behind the house for a swim. അങ്ങനെ ഇരുന്നപ്പോൾ ഉച്ച സമയമാണ്. പിന്നെ ആഹാരമൊക്കെ കഴിച്ചു, വായിച്ചുകൊണ്ടിരുന്നതാണ്. അപ്പോൾ ചെറിയൊരു ഗ്രോസി, എന്താണ്, ഒരു സ്ലീപ്പ്, ഒരു ഉച്ചമയക്കം പോലെ എനിക്ക് തോന്നുന്നു, ഒരു ചെറുമയക്കം, ചെറിയതായ രീതിയിലുള്ള ഉറക്കത്തെയാണ് റോസി, ചെറുമയക്കം, ഉച്ച ഉറക്കം എന്നൊക്കെ പറയുന്ന പോലെ ഒരു ഫീലിംഗ് എനിക്കുണ്ടായി. ചെറുമയക്കം, ഒരു ഉറക്കം എന്ന പോലെ എനിക്ക് തോന്നി. അപ്പോൾ മൈസെൽഫ് മീൻസ് എനിക്ക്, മൈസെൽഫ്
റിഫ്ലെക്സീവ് പ്രോനൗണാണ് കേട്ടോ. മൈസെൽഫ്, മൈ എന്ന് പറയുന്ന അതിൻ്റെ കൂടെ ഏതോടെ SELF എന്ന് പറയുന്ന സിംഗുലർ സെൽഫ് എന്ന് പറയുന്ന അക്ഷരങ്ങൾ കൂട്ടിച്ചേർത്തപ്പോൾ റിഫ്ലെക്സീവ് പ്രോനൗണായി. ഇവിടെ ഐ ആണ് മൈസെൽഫ്, ഐയുടെ സബ്ജക്റ്റാണ് മൈസെൽഫായിട്ട് വരുന്നത്. മൈസെൽഫ്, ഡ്രോസി മൈസെൽഫ്, എനിക്ക് സ്വയം എന്ത് പറ്റിയെന്നാണ്, ഒരു ഉച്ച ഉറക്കം ഉണ്ടായി. ആൻഡ് ഐ തോട്ട്സ് ആൻഡ് ഐ വാസ് വണ്ടറിങ്, ഞാൻ അത്ഭുതം പ്രകടിപ്പിച്ചു. അങ്ങനെ ഒന്ന് ആവശ്യം അല്ലെങ്കിൽ അങ്ങനെ ചിന്തിച്ചു വന്നു. ഞാൻ അങ്ങനെ ഒരു ഉച്ചമയക്കം വന്നപ്പോൾ ഞാൻ ആലോചിച്ചു, ഞാനൊന്ന് അത്ഭുതപ്പെട്ടു, അല്ലെങ്കിൽ ഞാൻ ചിന്തിച്ചു, ഞാനൊന്ന് ആലോചിച്ചത് എന്താണ്, ഇഫ് ഐ ഷുഡ് ഗോ ടു ദ പോണ്ട്സ് ബിഹൈൻഡ് ദ ഹൗസ്, വീടിന് പുറകുവശത്തുള്ള പോണ്ടിലേക്ക്, കുളത്തിലേക്കൊന്ന് പോയിട്ട്, ആൻഡ് ഫോർ എ സ്വിം, ഒന്ന് നീന്തിയാലോ, ഒന്ന് നീന്താൻ വേണ്ടി വീടിന് പുറകുവശത്തുള്ള കുളത്തിലേക്കൊന്ന് പോയാലോ എന്ന് ഞാൻ ചിന്തിച്ചു. ഇഫ് എന്ന് പറയുന്നത് കണ്ടീഷണൽ ക്ലോസ് ആണ്, എങ്കിൽ എന്നാണ്. ഇഫ് എന്ന് പറയുന്നത് കണ്ടീഷനാണ്, എങ്കിൽ ഇഫ്, മനസ്സിലായോ? ഇഫ് ക്ലോസും ഉണ്ട്, മെയിൻ ക്ലോസും. ഇഫ് ക്ലോസിനെ നമ്മൾ രണ്ടായിട്ട് തിരിക്കുകയാണ്, ഇഫ് ക്ലോസ് ആൻഡ് മെയിൻ ക്ലോസ്. ഇഫ് ക്ലോസിൽ പറയുന്ന ചെയ്യുന്ന ജോലിയുടെ അല്ലെങ്കിൽ പറയുന്നതിൻ്റെ എമൗണ്ട് ഓഫ് വർക്കാണ്, ആ വർക്കിന് അനുസരിച്ച് കിട്ടുന്ന റിസൾട്ടാണ് മെയിൻ ക്ലോസിൽ വരുന്നത്. ഇപ്പോൾ ഇഫ് ഐ ഷുഡ് ഗോ, അങ്ങനെ ഞാനൊന്ന് പോയിരുന്നെങ്കിൽ ടു ദ പോണ്ട്സ് ബിഹൈൻഡ് ദ ഹൗസ് ഫോർ എ സ്വിം, ഒന്ന് നീന്തുവാൻ വേണ്ടി, ഒന്ന് നീന്തി തുടിക്കുവാൻ വേണ്ടി, ഉച്ചമയക്കം ഒന്ന് മാറാൻ വേണ്ടി, ഒന്ന് നീന്തി തുടിക്കുവാൻ വേണ്ടി വീടിന് പുറകുവശത്തുള്ള കുളത്തിലേക്കൊന്ന് പോയാലോ എന്ന് ഞാൻ ചിന്തിച്ചു. വെൻ ഐസ, അങ്ങനെ പോകാൻ ആലോചിച്ചു, കുളിച്ചാലോ എന്ന് ചിന്തിക്കുമ്പോൾ, when I saw a huge black cobra gliding out of the clump of the cactus. പെട്ടെന്ന് ഞാൻ എന്താ കണ്ടത്, when I saw a huge black cobra, എപ്പോഴാണോ ഞാൻ കണ്ടത്, ഒരു വലിയ കറുത്ത നിറമുള്ള മൂർഖൻ പാമ്പ്, കോബ്ര, ഗ്ലൈഡിങ് ഔട്ട്സ്, വഴുതി തെന്നി പുറത്തേക്ക് വരുന്നുണ്ട്. മൂവിങ് ഔട്ട് എന്നാണ്. ഗ്ലൈഡിങ് ഔട്ട് മീൻസ് മൂവിങ് ഔട്ട്, വഴുതി പുറത്തേക്ക് വരിക. ഗ്ലൈഡിങ് ഔട്ട്സ് ഓഫ് ദ ക്ലംപ് ഓഫ് കാക്ടസ്. ക്ലംപ് എന്ന് പറഞ്ഞ ഗ്രൂപ്പ് എന്നാണ്, ഒരു കൂട്ടം കാക്ടസ് ചെടിയുടെ, കള്ളിച്ചെടിയുടെ ഇടയിൽ നിന്ന്, ഒരു പറ്റം കാക്ടസ് ചെടിയുടെ, കള്ളിമുള്ള ചെടിയുടെ, കള്ളിച്ചെടിയുടെ ഇടയിൽ നിന്ന് ഒരു കറുത്ത വലിയ ബ്ലാക്ക് ഹ്യൂജ് കോബ്ര, വലിയ മൂർഖൻ പാമ്പ്, ഗ്ലൈഡിങ് ഔട്ട്സ്, വഴുതി തെന്നി അത് മൂവ് ചെയ്ത് അത് പുറത്തേക്ക് വരുന്നത് ഞാൻ കണ്ടു. അറ്റ് ദ സെയിം ടൈം, അപ്പോൾ തന്നെ, അതേ നിമിഷം തന്നെ, എപ്പോഴാണോ ഈ ബ്ലാക്ക് കോബ്ര തെന്നി ഈ കാക്ടസ് ക്ലമ്പിൽ നിന്ന് പുറത്തേക്ക് വരുന്നത് ഞാൻ കണ്ടത്, അപ്പോൾ തന്നെ അറ്റ് ദ സെയിം ടൈം മീൻസ് അതേ സമയത്ത് തന്നെ, അപ്പോൾ തന്നെ ആദ്യത്തെ ഈ കോബ്ര വരുന്ന കാര്യം കണ്ട അതേ സമയത്ത്, രണ്ടും ഒരുപോലെ നടക്കുന്ന സംഭവമാണ്, ഒരേ സമയത്ത് നടക്കുന്ന സംഭവമാണ്. അതാണ് അറ്റ് ദ സെയിം ടൈം. അപ്പോൾ ആ കോബ്ര പുറത്തേക്ക് വഴുതി വന്ന സമയത്ത് തന്നെ, അറ്റ് ദ സെയിം ടൈം, ആഫ്റ്റർ ടൈം, എ മംഗൂസ്, ഒരു കീരി, ഹൂം ഐ ഹാഡ് ഓഫൺ സീൻ, ആ മങ്കിയെ ഞാൻ കൂടെ കണ്ടിട്ടുള്ളതാണ്. ഇടയ്ക്കിടയ്ക്ക് ഞാൻ ഗാർഡനിൽ ഇടയ്ക്കിടയ്ക്ക് ഞാൻ അവിടെ ഉള്ള ഒരു കാണുന്ന ഒരു കീരിയാണ്. ഹൂം ഐ ഹാഡ് ഓഫൺ സീൻ, അവനെ കൂടെ ഞാൻ കണ്ടിട്ടുണ്ട്. ഹാഡ് സീൻ എന്ന് പറയുമ്പോൾ, ഹാഡ് എന്ന് പറഞ്ഞാൽ പെർഫെക്റ്റിൻ്റെ V3 ഫോമാണ് ഉപയോഗിക്കുന്നത് കേട്ടോ. പെർഫെക്റ്റ് ടെൻസിൻ്റെ ആക്സിലറിയാണ് ഹാഡ് എന്ന് പറയുന്നത്. അതിൻ്റെ കൂടെ ഉപയോഗിക്കുന്ന വെർബിൻ്റെ V3 ഫോമാണ് ഹാഡ് സീൻ, അതാണ് ഉപയോഗിച്ചത്. അപ്പോൾ ഞാൻ ഓഫൺ കൂടെ തന്നെ ഞാൻ ഇവനെ ഈ ഈ ഗാർഡനിൽ ഞാൻ ഇതിനു മുമ്പ് പലതവണയായിട്ട് ഈ മംഗൂസിനെ അവിടെ കണ്ടിട്ടുണ്ട്. ഞാൻ പെട്ടെന്നൊരു മംഗൂസിനെ കണ്ടു. ആ മംഗൂസ് എന്ന് പറയുന്നത് ഞാൻ പലപ്പോഴായിട്ട് ഇതിനു മുമ്പ് തന്നെ ഞാൻ അവിടെ ആ പൂന്തോട്ടത്തിൽ ഇവനെ കണ്ടിട്ടുള്ളതാണ്. എമർജ്ഡ് ഫ്രം ദ ബുഷസ്, ആ മംഗൂസ് എന്ത് ചെയ്തു, അറ്റ് ദ സെയിം ടൈം എ മംഗൂസ് എമർജ്ഡ് ഫ്രം ദ ബുഷസ്. അപ്പോഴും തന്നെ ആ ഈ കോബ്ര ക്ലംപ് ഓഫ് കാക്ടസ് ചെടിയുടെ അല്ലെങ്കിൽ കള്ളിച്ചെടിയുടെ ഇടയിൽ നിന്ന്, കൂട്ടത്തിൻ്റെ ഇടയിൽ നിന്ന് വഴുതി കോബ്ര പുറത്തേക്ക് വന്ന സമയത്ത് തന്നെ ഈ മംഗൂസ് എന്ത് ചെയ്തു, എമർജ്ഡ് ഫ്രം ദ ബുഷസ്. എമർജ്ഡ് എന്ന് പറഞ്ഞാൽ ഉത്ഭവിക്കുക എന്നാണ്.
പെട്ടെന്ന് ഇങ്ങനെ മുളച്ച് വരിക, ഉത്ഭവിക്കുക എന്നർത്ഥം. ഇത് ഉത്ഭവിച്ചു എന്ന് ഇറങ്ങി വന്നേ ഉള്ളൂ. ഇറങ്ങി വന്നു. എവിടെ? എമർജ്. അവിടെ എന്തോ വന്ന പോലെ പെട്ടെന്ന് ഇങ്ങനെ എടുത്തിയാടുന്ന പോലെ, ഉത്ഭവിക്കുന്ന പോലെ അവനിങ്ങനെ പുറത്തേക്ക് ഇറങ്ങി വന്നു. ഫ്രം ദ ബുഷസ്, കുറ്റിച്ചെടികൾക്കിടയിൽ നിന്നാണ് ഈ മംഗൂസ് പുറത്തേക്ക് എമർജ് ചെയ്തത്, പുറത്തേക്ക് ഇറങ്ങി വന്നത്. ആൻഡ് വെൻറ്റ് സ്ട്രെയിറ്റ് ഫോർ ദ കോബ്ര. അവൻ നേരെ പോയത് ആരുടെ അരികിലേക്കാണ്? കോബ്രയുടെ സമീപത്തേക്ക്, അടുത്തേക്കാണ് നേരെ ഈ മംഗൂസ് ഇഴഞ്ഞ് അല്ലെങ്കിൽ മൂവ് ചെയ്ത് അവിടെ ഗ്ലൈഡ് ചെയ്ത് പിന്നെ എമർജ് ചെയ്ത് ചെന്നത്. രണ്ടുപേരും കൂടെ അടുത്തടുത്തായി. ഇൻ എ ക്ലിയറിംഗ് ബിനീത്ത് ദ ട്രീ ഇൻ ബ്രൈറ്റ് സൺഷൈൻ ദേ കെയിം ഫേസ് ടു ഫേസ്. അങ്ങനെ ക്ലിയറിംഗ് ബിനീത്ത് ദ ട്രീ എന്ന് പറയുന്നത്, ബിനീത്ത് എന്ന് പറഞ്ഞ വാക്കിൻ്റെ അർത്ഥം എന്താണ്? ബിനീത്ത് എന്ന വാക്കിൻ്റെ അർത്ഥം ബിലോ അടിയിൽ എന്നാണ്. പക്ഷേ ബിലോയുടെ വ്യത്യാസമുണ്ട്. അതായത് ബിനീത്ത് എന്ന് പറഞ്ഞാൽ തൊട്ട് താഴെ എന്നാണ്. തൊട്ട് താഴെ. ബിലോ എന്ന് പറഞ്ഞാൽ അടിയിലെന്നാണ്. അത് എവിടെയാവാം, അടിയിൽ എവിടെയാവാം. ഇത് ബിനീത്ത് എന്ന് പറഞ്ഞാൽ അടിയിൽ, തൊട്ട് താഴെ, തൊട്ട് കീഴിൽ, തൊട്ട് ചോട്ടിൽ എന്നൊക്കെയാണ് ബിനീത്തിൻ്റെ അർത്ഥം. ബിനീത്ത് ദ ട്രീ, ആ ആൽമരത്തിൻ്റെ തൊട്ട് താഴെ, ഇൻ എ ക്ലിയറിങ്, അതായത് നല്ല തുറസായ സ്ഥലത്ത്, തടസ്സങ്ങൾ കാണാനൊന്നും തടസ്സമില്ലാത്ത തുറസായ ഒരു സ്ഥലത്ത് വെച്ച് എന്ത് ചെയ്തു? ആ ആൽമരത്തിൻ്റെ തൊട്ട് താഴെ ഒരു തുറസായ സ്ഥലത്ത് വെച്ച് ഇൻ ബ്രൈറ്റ് സൺഷൈൻ, നല്ല തെളിഞ്ഞ സൂര്യപ്രകാശം, നല്ല വെളിച്ചത്തിൽ, വെയിലിൻ്റെ വെട്ടത്തിൽ, നല്ല വെട്ടത്തിൽ, വെട്ടത്തിലെ സൂര്യപ്രകാശത്തിൽ ദേ കെയിം ഫേസ് ടു ഫേസ്. ഈ രണ്ട് പോരാളികളും, രണ്ട് എന്താണ്, ബദ്ധശത്രുക്കളാണ്, വൈരികളാണ്, ബദ്ധവൈരികളാണ്, ആജന്മ വൈരികളാണ് ഈ മംഗൂസും കോബ്രയും. അവർ രണ്ടുപേരും എന്ത് ചെയ്തു? ഈ ആൽമരത്തിൻ്റെ തൊട്ട് താഴെ ഒരു തുറന്ന സ്ഥലത്ത്, നല്ല ആ സൂര്യൻ്റെ വെളിച്ചം വന്ന് പതിക്കുന്ന ആ സ്ഥലത്ത് അവർ രണ്ടുപേരും കൂടി ഫേസ് ടു ഫേസ് ആയിട്ട്, മുഖാമുഖമായിട്ട് വന്നു. ഇത് ഞാനിങ്ങനെ മുകളിലിരുന്ന് കാണുകയാണ്. കോബ്ര ന്യൂ ഓൺലി ടു വെൽ ദാറ്റ് ദ മംഗൂസ് 3 feet ലോങ് വാസ് എ സൂപ്പർബ് ഫൈറ്റർ. കോബ്രയ്ക്ക് അറിയാം ഈ മംഗൂസിനെ, കാര്യം അവർ ആജന്മ ശത്രുക്കളാണല്ലോ. അതുകൊണ്ട് കോബ്രയ്ക്ക് ഈ മംഗൂസിനെ നന്നായിട്ട് അറിയാം. മംഗൂസ് എങ്ങനെയാണ്? കോബ്ര ന്യൂ, KNOW നോ അറിയുക, KNEW അറിഞ്ഞു, V2. ഓൺലി ടു വെൽ, വളരെ നന്നായിട്ട് അറിയാം കോബ്രയ്ക്ക് മംഗൂസിനെ കുറിച്ച്. ടു മീൻസ് വെരി എന്നാണ്, വളരെ. സോ എന്നും അർത്ഥമുണ്ട് കേട്ടോ. ഇവിടെ വെരി എന്നാണ്. വളരെ നന്നായിട്ട് ഈ കോബ്രയ്ക്ക് മംഗൂസിനെ അറിയാം. വെരി വെൽ, വളരെ നന്നായിട്ട് അറിയാം. ദാറ്റ് എന്തെന്നാൽ, ദാറ്റ് ദ ഗ്രേ മംഗൂസ് 3 feet ലോങ്, അതായത് 3 അടി മാത്രം നീളമുള്ള ഈ മംഗൂസ്, ഗ്രേ ചാരനിറമുള്ള ഈ മംഗൂസിന് ആരാണെന്ന് നന്നായിട്ട് അറിയാം നമ്മുടെ കോബ്രയ്ക്ക്. വാസ് എ സൂപ്പർബ് ഫൈറ്റർ. അവനൊരു നല്ല എക്സലൻ്റായ, സൂപ്പർബായിട്ടുള്ള, അതിസമർത്ഥനായ, വിദഗ്ധനായ, കൗശലബുദ്ധിക്കാരനായുള്ള, അതായത് കണ്ണിങ് ആയിട്ടുള്ള, എക്സലൻ്റായ, സൂപ്പർബായ ഒരു ഫൈറ്ററാണെന്ന് ഈ കോബ്രയ്ക്ക് നന്നായി അറിയാമായിരുന്നു. അതായത് തൻ്റെ മുന്നിലേക്ക് വന്ന മംഗൂസ് 3 അടിയേ ഉള്ളൂ എങ്കിൽ, ഉയരം, അതിൻ്റെ നീളം ആകമാനം അത്രേ ഉള്ളൂ എങ്കിൽ പോലും, മൊത്തത്തിൽ അത്രേ ഉള്ളൂ എങ്കിൽ പോലും അവനൊരു സൂപ്പർബ് ഫൈറ്ററാണ്, എക്സലൻ്റായ, ക്ലവറായിട്ടുള്ള, കണ്ണിങ് ആയിട്ടുള്ള ഒരു പോരാളിയാണെന്ന്, ഒരു ഫൈറ്ററാണെന്നൊരു യോദ്ധാവാണെന്ന് ഈ കോബ്രയ്ക്ക് നന്നായിട്ട് അറിയാമായിരുന്നു ഈ മംഗൂസിനെ കുറിച്ച്. തൻ്റെ അരികിലേക്ക് വന്ന 3 അടി മാത്രമുള്ള മംഗൂസ് വളരെ സമർത്ഥനായ, വിദഗ്ധനായ ഒരു പോരാളിയാണെന്ന് ഈ കോബ്രയ്ക്ക് നന്നായിട്ട് അറിയാമായിരുന്നു. ഫൈറ്റർ മാത്രമല്ല, ക്ലവറാണ്, അവൻ ബുദ്ധിശാലിയാണ്, വളരെ ബുദ്ധിശാലിയാണ്. ഒരു സൂപ്പർബ് ഫൈറ്റർ മാത്രമല്ല മംഗൂസ്, അതിസമർത്ഥനായിട്ടുള്ള ഒരു പോരാളി, പടയാളി, അല്ലെങ്കിൽ എന്താ പറയുന്ന ഒരു യോദ്ധാവ് മാത്രമല്ല, പിന്നെയോ എ ക്ലവർ, ബുദ്ധിമാനാണ്, ബുദ്ധിശാലിയാണ്, വളരെ ബുദ്ധിമാനായ ഒരാളാണ്, ഫൈറ്ററാണ് ഈ മംഗൂസ്. ആൻഡ് അഗ്രസീവ് എന്ന് പറഞ്ഞാൽ ആക്രമണകാരിയാണ് കേട്ടോ. ആക്രമണകാരിയാണ്, പെട്ടെന്ന് ചാടി വീണ് ആക്രമിക്കും, ജീവൻ എടുക്കുന്നതക്ക രീതിയിൽ ആക്രമിക്കാൻ കഴിവുള്ളവനാണ്. അഗ്രസീവായിട്ടുള്ള ഒരു ഫൈറ്ററാണ്. അതുപോലെ ക്ലവറായിട്ടുള്ള ഒരു ഫൈറ്ററാണ്. ഈ സൂപ്പർബായിട്ടുള്ള, ക്ലവറായിട്ടുള്ള, അഗ്രസീവായിട്ടുള്ള ഒരു ഫൈറ്ററാണ് ഈ മംഗൂസ് എന്ന് കോബ്രയ്ക്ക് നന്നായിട്ട് അറിയാമായിരുന്നു. ബട്ട് ദ കോബ്ര, ഇനി കോബ്രയെക്കുറിച്ച് പറഞ്ഞാൽ, എന്നാൽ കോബ്ര വാസ് സ്കിൽഫുൾ. പക്ഷേ കോബ്ര മോശമല്ല, വളരെ സ്കിൽഫുള്ളാണ്, വളരെ ബുദ്ധിശാലിയാണ്, ബുദ്ധികൂർമ്മതയുള്ള, സൂത്രശാലിയാണ്, സ്കിൽഫുള്ളാണ്, സാഹചര്യത്തിനനുസരിച്ച് പ്രവർത്തിക്കാൻ കഴിവുള്ള, സ്കിൽഫുള്ളായിട്ടുള്ള, ബുദ്ധിമതിയായിട്ടുള്ള, സന്ദർഭോചിതമായിട്ട് പ്രവർത്തിക്കാൻ കഴിവുള്ള ആളാണ് ഈ കോബ്ര.
സ്കില്ലെന്ന് പറഞ്ഞാൽ ബുദ്ധി, സാമർത്ഥ്യക്കാരനാണ്. ആൻഡ് എക്സ്പീരിയൻസ്ഡ് ഫൈറ്റർ ടു, സ്കിൽഫുൾ മാത്രമല്ല വളരെ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള പരിചയസമ്പന്നനായ ഒരു ഫൈറ്റർ കൂടിയാണ്. ടു മീൻസ് ഓൾസോ, മറ്റേ നമ്മൾ പറഞ്ഞത് ടു വെരി എന്നാണ്, ഇവിടെ ഓൾസോ എന്നാണ് കേട്ടോ. വളരെ നന്നായിട്ട് അറിയാമെന്നാണ്. ആദ്യത്തെ ടു വെൽ എന്ന് പറഞ്ഞാൽ വളരെ നന്നായിട്ട്, ഇവിടെ ഫൈറ്റർ ടു എന്ന് പറഞ്ഞാൽ ഒരു ഫൈറ്റർ കൂടിയാണ്, ഓൾസോ എന്നർത്ഥം. മറ്റേത് ഒപ്പം എന്നർത്ഥം കേട്ടോ. അവൻ ഒരു നന്നായിട്ട് അറിയാമെന്ന, വെരി വെരി വെല്ലായിട്ട്, ആ ടുവിൻ്റെ അർത്ഥം, ആദ്യത്തെ ടുവിൻ്റെ അർത്ഥം വെരി എന്നാണ്, വളരെ നല്ല. രണ്ടാമത്തെ ഫൈറ്റർ ടു എന്ന് പറഞ്ഞാൽ ആൾസോ നല്ല ഒരു പോരാളി കൂടിയാണ്. അതെങ്ങനെയുള്ള പോരാളിയാണ്? എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഒരു ഫൈറ്ററാണ്, സ്കിൽഫുൾ ആയിട്ടുള്ള ഒരു ഫൈറ്ററാണ് നമ്മുടെ കോബ്ര എന്ന് അവനറിയാം. ഹീ കുഡ് മൂവ് സ്വിഫ്റ്റ്ലി ആൻഡ് സ്ട്രൈക്ക് വിത്ത് ദ സ്പീഡ് ഓഫ് ലൈറ്റ്. അവനാണെങ്കിൽ അവൻ്റെ ഒരു കപ്പാസിറ്റി എന്താണ്? ഹീ കുഡ് മൂവ് സ്വിഫ്റ്റ്ലി, വളരെ വേഗത്തിൽ. സ്വിഫ്റ്റ് എന്ന് പറഞ്ഞാൽ വളരെ വേഗത, അതായത് മിന്നൽ പിണറിൻ്റെ വേഗത്തിൽ മൂവ് ചെയ്യാൻ അവന്, അത്ര വേഗത്തിൽ മൂവ് ചെയ്യാൻ, ചലിക്കുവാൻ, വഴുതി മാറുവാൻ, ഇങ്ങനെ ചലിക്കുവാൻ അവനാവും. ആൻഡ് സ്ട്രൈക്ക് വിത്ത് ദ സ്പീഡ് ഓഫ് എ ലൈറ്റ്, പ്രകാശത്തിൻ്റെ വേഗതയിൽ, പ്രകാശരശ്മികൾ സഞ്ചരിക്കുന്ന അതേ വേഗതയിൽ തന്നെ അവൻ്റെ കൂടുകൊണ്ട്, പത്തി കൊണ്ട് അടിക്കുവാനും അവന് ശക്തിയുണ്ടായിരുന്നു, കഴിവുണ്ടായിരുന്നു. സ്പീഡ് ഓഫ് ലൈറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? രശ്മികൾക്ക് എന്താണ്? പ്രകാശ തരംഗങ്ങൾക്ക് ശബ്ദതരംഗങ്ങളേക്കാൾ വേഗത്തിൽ സഞ്ചരിക്കുവാൻ കഴിവുണ്ട്. അതാണ് പ്രകാശ തരംഗങ്ങൾക്ക് ശബ്ദതരംഗങ്ങളേക്കാൾ വേഗത്തിൽ സഞ്ചരിക്കാൻ കഴിവുണ്ട്. നമ്മൾ ഫിസിക്സിൽ പഠിച്ചാണ്. അപ്പോൾ അതുപോലെ ഇടിയും മിന്നലും ഒരുപോലെ ഒരു സമയത്ത് സംഭവിക്കുന്ന കാര്യമാണെങ്കിലും നമ്മൾ ആദ്യം ഇവിടെ കാണുന്നത് മിന്നലാണ്, പിന്നാണ് ഇടിയുടെ ശബ്ദം കേൾക്കുന്നത്. കാരണം എന്താണ്? പ്രകാശ തരംഗങ്ങൾക്ക് ശബ്ദ തരംഗങ്ങളേക്കാൾ വേഗത്തിൽ സഞ്ചരിക്കുവാനുള്ള കഴിവുള്ളത് കൊണ്ട്. ഒരു മിന്നൽ പിണറിൻ്റെ വേഗത, വേഗതയിൽ ഹീ കുഡ് മൂവ് സ്വിഫ്റ്റ്ലി ആൻഡ് സ്ട്രൈക്ക്, ഒരു മിന്നൽ പിണറിൻ്റെ വേഗതയിൽ തന്നെ അവന് ചലിക്കുവാനും അതുപോലെ തന്നെ ആ പത്തി കൊണ്ട് അടിക്കുവാനും ഈ കോബ്രയ്ക്ക് കഴിഞ്ഞിരുന്നു. ആൻഡ് ദ സാക്സ് ബിഹൈൻഡ് ഹിസ് ലോങ് ഷാർപ്പ് ഫാങ്സ്, അവൻ്റെ നീണ്ട വിഷപ്പല്ലുകൾക്ക് തൊട്ടുപിറകിലായിട്ട് സാക്സ്, ഒരു സഞ്ചി ഉണ്ടായിരുന്നു. അതിലെന്താണ് നിറഞ്ഞിരുന്നത്? ഫുൾ ഓഫ് ഡെഡ്ലി വെനം, നിറയെ മാരകമായിട്ടുള്ള വെനം അല്ലെങ്കിൽ പോയിസണാണ് അവൻ്റെ ഷാർപ്പായിട്ടുള്ള ഫാങ്സിൽ. ലോങ് ആൻഡ് ഷാർപ്പ് ഫാങ്സ്, നീളമുള്ളതും പിന്നെ അതുപോലെ മൂർച്ചയേറിയതുമായ അവൻ്റെ വിഷപ്പല്ലുകളുടെ പിന്നിൽ അവൻ സൂക്ഷിച്ചിരുന്ന സഞ്ചിയിൽ, അല്ലെങ്കിൽ ഉണ്ടായിരുന്ന സഞ്ചിയിൽ അവൻ സൂക്ഷിച്ചിരുന്നത് എന്താണ്? മാരകമായ, മരണത്തിന് കാരണമാകുന്ന പോയിസൺ അല്ലെങ്കിൽ വിഷമായിരുന്നു. ഓക്കെ.